സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമിരിക്കുന്ന ആശമാർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10:30 സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും സമരം ആരംഭിക്കും. രാപ്പകൽ സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് നിയമസഭാ മാർച്ച്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്ന് സമരം പ്രശാന്തിലേക്ക് എത്താം. അതിനു മുമ്പ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നടത്തിയ കളക്ട്രേറ്റ് ഉപരോധത്തിന് പിന്നാലെയാണ് സമരം ശക്തമാക്കുന്നത്. കൂടുതൽ ആശമാരെ സമരവേദിയിൽ എത്തിച്ചുകൊണ്ടാണ് മാർച്ച്. രാവിലെ 10:30 സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മാർച്ച് ആരംഭിക്കും. സമരക്കാരോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനമാണ് സമരം ശക്തമാക്കാൻ കാരണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡം പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62ാം വയസ്സിൽ ആശമാരുടെ വിരമിക്കൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. അതേസമയം സമരക്കാരോട് സർക്കാർ സ്വീകരിച്ചത് പ്രതികാര നടപടിയാണ്. പ്രവർത്തകർക്ക് നേരെ കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ അഴിച്ചു മാറ്റിയുമാണ് സർക്കാരിന്റെ പ്രതികാര നടപടി. ജനം, തിരുവനന്തപുരം. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സമരം 21ാം ദിവസത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? അത് 2016 ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ്. ഒരു വലിയ ഒഴുക്ക് തന്നെയുണ്ട്. ആശാ പ്രവർത്തകർ ഓരോരുത്തരും ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമരമാണ് ഈ സംഘടനയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ജനസഞ്ചയം ഇവിടേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ആശാ സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10:30 ഇവിടെ നിന്നും മാർച്ച് ആരംഭിക്കും. നിയമസഭയിലേക്കുള്ള മാർച്ച് ആരംഭിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു, ആശാപ്രവർത്തകരുടെ സമരമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീട് അങ്ങോട്ട് തുടർന്ന് വലിയ നടപടികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് ഘട്ടം ഘട്ടമായി സമരം ശക്തമാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലകൾ തോറും ജില്ലയിലെ ജില്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കൊരു ഉപരോധമടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ CITU അടക്കമുള്ള സംഘടനകളും ഇവർക്കെതിരെ, സമരക്കാർക്കെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് വീണ്ടും സമരത്തിൻ്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന ഇന്ന് നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശാന്ത്, നിയമസഭാ സമ്മേളനം നടക്കുന്ന ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് ശക്തമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങളുണ്ട്. ഈ സമരത്തിൽ നിന്നും ഈ ആശമാർ പിന്മാറുന്നു എന്നടക്കമുള്ള, സമരം പൊളിയുന്നു എന്നടക്കമുള്ള ചില വിമർശനങ്ങൾ, ചില ആരോപണങ്ങൾ സർക്കാർ വിഭാഗത്തിൻ്റെ, സംഘടനകളുടെ ഭാഗത്തിനും ഉണ്ടാകുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സമര രംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ്, എല്ലാ ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കുന്നത് വരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ്, സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനമല്ലേ? KP സുരേഷ്, അതുതന്നെയാണ്. സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. കാരണം സമരത്തിൽ നിന്നും ആളുകൾ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ സമരം തകർന്നിരിക്കുന്നു എന്നതടക്കമുള്ളൊരു പ്രചരണം CPM-ൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കുക എന്നത് മാത്രമല്ല, കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് സമരം ശക്തമാണ് എന്ന് തെളിയിക്കുക എന്നത് കൂടിയാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർ ഇവരേക്ക് എത്തിയിരിക്കുന്നത്. സമരം ശക്തമാകുകയാണ്, കൂടുതൽ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ഈ CPM-ഉം സർക്കാരും ഒക്കെ പറയുന്നത് സമരം തകർന്നു എന്ന് പറയുന്നത് അതിനൊരു മറുപടി കൂടി ആയിരിക്കുമോ? തീർച്ചയായിട്ടും സമരം ഒരിക്കലും തകരില്ല. ഞങ്ങൾ കിട്ടാനുള്ളത് നേടിയെടുക്കാൻ ഞങ്ങളൊന്നും പിരിഞ്ഞു പോകത്തില്ല. കാരണം ഞങ്ങൾ 18 വർഷം കൊണ്ട് ഈ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നതല്ല. ഞങ്ങൾ വേറൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് തുച്ഛമായ വേതനമല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. 232 രൂപ കൊണ്ട് ആർക്കെങ്കിലും ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ദിവസം 700 രൂപ, അത് ഞങ്ങൾക്ക് തന്നേ ഇവിടുന്ന് പോകത്തുള്ളൂ. 22 ദിവസം കടന്നിരിക്കുവാണ്. ഇതുവരെ സർക്കാർ അങ്ങനെ ഒരു നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. എങ്ങനെയാണ്, നിങ്ങൾ എത്രത്തോളം വിഷമമുണ്ട് മനസ്സിൽ? ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇനിയെങ്കിലും സർക്കാർ ഞങ്ങളെ അംഗീകരിക്കും, ഞങ്ങളുടെ ഈ ദുഃഖം കേൾക്കും, ഞങ്ങളോട് ഒന്ന് ഞങ്ങളെ വിളിക്കും, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഇത് പരിഹരിച്ച് തരും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നമ്മളെ സർക്കാർ ചെയ്തു തരുമെന്നും. അതുതന്നെയാണ് KP സമരം വിജയിക്കും, അല്ലെങ്കിൽ സമരത്തോട് അനുകൂലമായിട്ടൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സമരസമിതിയിൽ ഇരിക്കുന്ന ചേച്ചിമാർ പറയുന്നത്. അപ്പോൾ നമ്മളോട് ഒപ്പം ബിന്ദു ഉണ്ട്, സമരസമിതിയുടെ നേതാവ്.
ചേച്ചി, സമരം ശക്തമാവുകയാണ്. അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികാര നടപടി നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഷീറ്റടക്കം, മഴ നനയാതിരിക്കാനുള്ള ഷീറ്റടക്കം അഴിച്ചു മാറ്റിക്കൊണ്ടൊരു പ്രതികാര നടപടി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് സമരം തകർന്നിരിക്കുന്നു, ആശമാരെല്ലാം ജോലിക്ക് പ്രവേശിച്ചു എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എങ്ങനെ അത് തകർന്നില്ല എന്ന് തെളിയിക്കുന്നത് കൂടിയായിരിക്കും ഈ മാർച്ച്? ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും നിസ്വരായ മനുഷ്യരാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ പിന്തുണയുള്ള മനുഷ്യരൊന്നുമല്ല വന്നിരിക്കുന്നത്. ഇവരുടെ പ്രതികാര നടപടികൾ താങ്ങാൻ കഴിയുന്ന ആളുകൾ ഇവിടെ വരും, അത്രേ ഉള്ളൂ. ഇവിടെ വരാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഈ സമരത്തോടൊപ്പമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വരാതിരിക്കാനുള്ള പരിശ്രമങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് 22 ദിവസമായിട്ട്. അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ വരും. അപ്പം അങ്ങനെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഈ ആശമാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ ചേർത്തൊരു ഭീഷണി ഉണ്ടെന്നാണോ പറയുന്നത്? ഇതൊക്കെ തുടക്കം മുതലുള്ള കാര്യമല്ലല്ലോ, പുതിയ കാര്യമല്ലല്ലോ, തുടക്കം മുതലുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കട്ടെ. ഇവിടെ ആരെയാണ് പരാജയപ്പെടുത്താൻ പോകുന്നത്? ഈ സാധാരണക്കാരായ സ്ത്രീകളെയോ? ഈ സ്ത്രീ തൊഴിലാളികളെ പരാജയപ്പെടുത്തിയിട്ട് ആരാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്? ഇവിടെ വിലയിരുത്തുമില്ല സമൂഹം, പൊതുസമൂഹം. ഇത് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമൂഹമല്ല, സമരമല്ല, ഇത് പൊതുസമൂഹത്തിൻ്റെ സമരമാണ്. പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. കൂടുതൽ ആളുകൾ, പ്രവർത്തകർ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്? തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേരും. 11 മണിക്കുള്ളിൽ ആളുകൾ ഇവിടെ എത്തിച്ചേരും. എങ്ങനെയാണ് സെക്രട്ടറി ഈ നിയമസഭയിലേക്കുള്ള ഒരു മാർച്ചിന്റെ തുടങ്ങുന്നത് 10:30 അറിയുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? നമ്മൾ വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ മാർച്ചിൽ. ആശാവർക്കർമാരല്ലാതെ ഒരാളും ഉണ്ടാവില്ല. നമ്മൾ നിയമസഭയുടെ മുന്നിൽ പോകും, നമ്മൾക്ക് അവിടെ അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയും, നമ്മൾ തിരിച്ചു വന്ന് ഈ സമരപ്പന്തലിലിരിക്കും. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അതിനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കരുതി കുട്ടി ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. അത് തടയാനുള്ള നടപടി എടുക്കേണ്ടത് പോലീസാണ്. വലിയൊരു പോലീസ് സന്നാഹമുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. ഇത്രയും സ്ത്രീകൾ പ്രകടനം നടത്തുമ്പോഴത്തേക്ക് വല്ല കുൽസിത ശക്തികളൊക്കെ ഇതിനകത്ത് ഇടിച്ചു കയറി എന്തെങ്കിലും അക്രമം നടത്തി എന്ത് ചെയ്യും? അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിനോട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ എങ്ങനെയാണോ ഞങ്ങൾ സമരം നടത്തിയത് അതേപോലെ തന്നെ സമാധാനപരമായിരിക്കും. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് പ്രതിരോധിക്കുക എന്നുള്ളത്. ഈ നിയമസഭാ മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 22 ദിവസം പിന്നിടുമല്ലേ? നിയമസഭാ മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ പ്രക്ഷോഭം? നമ്മൾ ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും മുകളിലിരിക്കുന്ന 2-3 പേര് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടപ്പാക്കുന്നത്. നമുക്കിവിടെ ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അതിനോട് ചർച്ച ചെയ്യും എന്താണ് വേണ്ടതെന്നുള്ള അവരുടെ വില്ലിങ്നെസ് അനുസരിച്ചാണ് നമുക്ക് പിന്നീട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. KP അത് തന്നെയാണ്, സമരം ശക്തമാക്കുക തന്നെ ചെയ്യുമെന്നാണ് അറിയുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ, അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ, ആശാവർക്കർമാരെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്, സെക്രട്ടറിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാൻ തന്നെയാണ് ഈ സമരസമിതിയും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ജനപങ്കാളിത്തത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് സമരം പരാജയമല്ല, ആശാവർക്കർമാർ ആരും തിരികെ ജോലിക്ക് പ്രവേശിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനൊരു മറുപടി കൂടി കൊടുക്കുക എന്നതുകൂടി ലക്ഷ്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ ഒരു നിയമസഭാ മാർച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രവർത്തകർ ഈ സമരവേദിയിലേക്ക് വരുമെന്നാണ് സമരസമിതിയും പറയുന്നത്. അങ്ങനെ പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ട്, പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് സമരം ശക്തമാക്കുവാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതിയും ഉള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇവിടേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട്. വലിയൊരു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനും കഴിയും. പ്രവർത്തകർ കൂട്ടം കൂട്ടമായിട്ട് ഈ സ്ഥലത്തേക്ക്, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള ആ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചേച്ചി, 22 ദിവസം പിന്നിടുകയാണ് സമരം. എങ്ങനെ തോന്നുന്നു? ഞങ്ങൾ 22 ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം തന്നെയാണ് നമ്മുടെ മെയിൻ ആവശ്യം. പിന്നെ ഞങ്ങൾ 18 വർഷമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ അതിനൊരു ആനുകൂല്യം കൂടെ ഞങ്ങൾക്ക് തരണം. ഇതുവരെ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ കഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ജനങ്ങളെ സേവിക്കാൻ തയ്യാറുമാണ്. പക്ഷേ സർക്കാർ ഞങ്ങളോട് കണ്ണു തുറക്കാൻ എന്തിനാ ഇങ്ങനെ വൈകുന്നതെന്ന് ഞങ്ങൾക്ക് ഇനി അറിയുന്നില്ല. ഈ സ്ത്രീ സുരക്ഷയൊക്കെ പറ്റി പറയുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെ. പലപ്പോഴും ഓരോ സമയത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീകൾ ഇവിടെ മഴ നനഞ്ഞപ്പോൾ അവരുടെ ഷീറ്റ് പോലും എടുത്തു മാറ്റിക്കൊണ്ടൊരു ക്രൂരത കാണിച്ചത്. എങ്ങനെയാ? വല്ലാത്തൊരു ക്രൂരതയായിപ്പോയി. ജനങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണ് എന്ന് പറയുകയല്ലാതെ അത് പ്രാവർത്തികമാകുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എവിടുന്നാ വരുന്നത് നിങ്ങൾ? ഞങ്ങൾ പാലക്കാട് നിന്നും. പാലക്കാടാണ് വരുന്നത്. അവിടൊക്കെ ഈ ആശമാർ തിരികെ ജോലി പ്രവേശിപ്പിച്ചു, ആർക്കും സമരവും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ ആരും ഇതുവരെ തിരികെ പ്രവേശിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള പ്രഷർ ഉണ്ട്.
നിങ്ങൾ ജോലിയിൽ കയറണം, അല്ലെങ്കിൽ പുതിയ വോളണ്ടിയറെ എടുക്കുകയാണ് എന്നുള്ള പ്രഷറൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ CPM-ന്റെ ഭാഗത്ത് അങ്ങനെ ഭീഷണി വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ പാർട്ടി മുഖേനയൊന്നും ഞങ്ങൾക്ക് ഭീഷണി വന്നില്ല. പിന്നെ ആരാണ്? ഞങ്ങൾക്ക് പൊതുവെ NHM ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഓർഡർ വരുന്നുണ്ടല്ലോ, ഓർഡർ കോപ്പി കത്തിക്കുകയൊക്കെ ചെയ്ത് ഹെൽത്ത് മിഷന്റെ ഭാഗത്തുനിന്നോ? ഹെൽത്ത് മിഷന്റെ ഭാഗത്തുനിന്ന് ജോലിക്ക് എടുക്കണം, കയറണം, തിരിച്ചു കയറിയില്ലെങ്കിൽ പുതിയ വോളണ്ടിയർമാരെ എടുക്കുന്നതായിരിക്കും പറയുന്നുണ്ട്. വോളണ്ടിയർമാരെ എടുക്കുന്നത് ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് പറയുന്നത്. ഈ കേരളം ഒട്ടുക്കും അത് മനസ്സിലാക്കുമ്പോൾ ഈ മന്ത്രിമാർ മാത്രം എന്താ മനസ്സിലാക്കാത്തതിനുള്ള വല്ലാത്തൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. KP അത് തന്നെയാണ്. ഇപ്പോഴും ഈ ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്, സമരപ്പന്തലിരിക്കുകയാണ്. അപ്പോഴും സർക്കാർ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, അതോടൊപ്പം ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് മിഷന്റെ ഭാഗത്ത് ഇവരോട് ഒരു ഭീഷണി നിലനിൽക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ഇതാണ്, സമരം തുടരുകയാണ്. ബിന്ദു കൃഷ്ണൻ കൂടി ഇവിടെ എത്തിയിരുന്നു. രാപ്പകൽ സമരം ശക്തമാകുവാണ്. ഈ സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ സമരവേദിയിലിരിക്കുന്നു, സർക്കാരിന്റെ ഭാഗത്ത് നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല. തീർച്ചയായും ഇത്രയും മാത്രമല്ല, ആയിരക്കണക്കിന് സഹോദരിമാർ ഈ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ മുന്നിൽ വന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയാകാൻ പോകുന്നു. ഇതുവരെ കണ്ണു തുറന്നെന്ന് കാണുവാൻ ഈ സർക്കാരിന് കഴിയാതെ വരുന്നു എന്നുള്ളത് സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ സമീപനമാണ്, തൊഴിലാളികളോടുള്ള സമീപനമാണ്. അവരെ അപഹസിക്കുന്നു, പരിഹസിക്കുന്നു, അവരിവിടെ ഇരിക്കാതിരിക്കാനുള്ള പണിയെടുക്കുന്നു. അതിശക്തമായ പ്രതിഷേധമാണ്. എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കണം. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ഗവൺമെന്റ് പിന്തിരിപ്പൻ സമീപനമാണ്, ഫാസിസ്റ്റ് ശൈലിയാണ്. അത് തന്നെയാണ് KP, ഫാസിസ്റ്റ് ശൈലിയാണെന്ന് തന്നെയാണ് ബിന്ദു കൃഷ്ണൻ പറയുന്നത്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തകരുമുള്ളത്. എന്തായാലും നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 10:30 മുതൽ 10:30 മാർച്ച് ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. ശക്തമായൊരു മറുപടി കൂടി ഇതിൽ സർക്കാരും ശക്തമായൊരു മറുപടി കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ സമര സമിതിക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമരം, ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ്. പകൽ സമരം 22ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ പ്രതിഷേധം വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നിയമസഭാ മാർച്ച് 10:30 ആരംഭിക്കും. കൂടുതൽ പ്രവർത്തകർ ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.